ഹായ്, ഞാൻ ശിവദാസൻ. ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരുന്നു. അതോടുകൂടി ടെൻസിൻ്റെ ഒരു 12 ലെസൺ നമ്മൾ പഠിച്ച് തീർത്തു. പ്രസൻറ്റിൽ തന്നെ 4 ടെൻസ് ഉണ്ടായിരുന്നു. പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ തന്നെ പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതും തീർന്നു. ഫ്യൂച്ചറിലെ സിമ്പിളിൽ തുടങ്ങി ഫ്യൂച്ചർ കണ്ടിന്യൂസിലൂടെ ഫ്യൂച്ചർ പെർഫെക്റ്റിൽ പോയി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസും നമ്മൾ പഠിച്ചു തീർത്തു. ഇതിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഇംഗ്ലീഷിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഈ രീതിയിലാണ് ഒരു സെൻറ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സബ്ജക്റ്റ് ചെയ്യുന്നത് ഒരാളാവാം, ഒരു വസ്തുവാവാം, ഒരു പൂവാവാം, ഏത് വസ്തുക്കളും ആവാം, ഒരു കെമിക്കൽ ആവാം, എന്തും ആവാം. പക്ഷെ അതൊരു നൗൺ ആയിരിക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക മിക്കപ്പോഴും. അപ്പോൾ ആ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഈ രീതിയിലാണ് വരുന്നത് ഇംഗ്ലീഷിൻ്റെ ഓർഡർ. മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഞാൻ ചായ കുടിച്ചു എന്നാണ്. ഞാൻ എന്ന് ആദ്യം പറയുന്നു, സബ്ജക്റ്റിനെ കുടിച്ചു എന്നുള്ളത് അവസാനമാണ് പറയുന്നത്, ചായ ഇടയ്ക്ക് കഴിച്ചു പറയുന്നു. പക്ഷേ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് പറഞ്ഞതിന് ശേഷം വെർബാണ്, ക്രിയയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ മലയാളത്തിൽ നേരെ തിരിച്ചാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്തിനാണത് പറഞ്ഞെന്ന് വെച്ചാൽ അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കർത്താവ്, ക്രിയ, കർമ്മം എന്നുള്ള രീതിയിലാണ് ഇംഗ്ലീഷിൽ പോകുന്നത്. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച സെൻറ്റൻസിലെല്ലാം കർത്താവിനെ കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസുകളായിരുന്നു. അതുകൊണ്ടാണ് ഗൗതം റൈറ്റ്സ് എ ലെറ്റർ, ഗൗതം ഒരു കത്തെഴുതുന്നു. അതിൽ പ്രസൻറ്റ് സിമ്പിളത്തെ കാര്യമാണ് പറയുന്നത്. റൈറ്റ്സ് എന്നുള്ള 2 വെർബ് പഠിക്കാൻ പറഞ്ഞിരുന്നു. എഴുതുക, എഴുതുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ എഴുതുന്നു, ഇതെല്ലാം ഈ കർത്താവിനെ കൊണ്ട് തുടങ്ങുന്നു എന്നതാണ് പറഞ്ഞു വന്നത്. ഈ കർത്താവിനെ കൊണ്ട് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ കർത്താവിനെ കൊണ്ട് അല്ലാതെയും സബ്ജക്റ്റ് സെൻറ്റൻസുകൾ നമുക്ക് കാണാൻ കഴിയും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. 12 ടെൻസിലും നമ്മൾ പഠിച്ചത് കർത്താവിനെ കൊണ്ട് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നതാണ്. ഇപ്പോൾ ഗൗതം റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ള സെൻറ്റൻസിൽ എ ലെറ്റർ എന്നുള്ളത് നമ്മൾ ഒബ്ജക്റ്റ്, കർമ്മം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒബ്ജക്റ്റിനെ കൊണ്ടും ഒരു സെൻറ്റൻസ് തുടങ്ങാം, ആദ്യത്തിൽ നിന്ന് തുടങ്ങാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ രീതിയിൽ പഠിക്കുന്നതിന് ഇപ്പം നമ്മൾ പഠിച്ച രീതിയിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്ന രീതിയിൽ പഠിച്ച സെൻറ്റൻസിന് നമ്മൾ പറയേണ്ടത് ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ കർത്തരി പ്രയോഗം. കർത്തരി എന്ന് കേട്ടിട്ട് ബുദ്ധിമുട്ടാനൊന്നുമില്ല. കർത്താവിനെ കൊണ്ട് തുടങ്ങുന്ന സബ്ജക്റ്റിന് കർത്തരി പ്രയോഗം അഥവാ ആക്റ്റീവ് വോയിസ് എന്ന് പറയണം. ഇനി അങ്ങനെയല്ല, കർമ്മം കൊണ്ടാണ് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ, കർമ്മത്തിന് ആദ്യം വെച്ചാണ് ഒരു സെൻറ്റൻസ് നമ്മൾ ഇംഗ്ലീഷിൽ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് കർമ്മണി പ്രയോഗം എന്ന് പറയും. കർമ്മണി എന്തോ ആയിക്കോട്ടെ, അവിടെ ഒബ്ജക്റ്റിനെ കൊണ്ടാണ് ആ സെൻറ്റൻസ് തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ സെൻറ്റൻസിൽ ഈ ലെറ്റർ എന്നുള്ളതാണ്, ഒരു കത്ത് എന്നുള്ളതാണ് ആദ്യത്തെ കർമ്മമായിട്ട് കാണുന്നത്. അപ്പോൾ അതിനെ കൊണ്ട് നമുക്കൊരു സെൻറ്റൻസ് തുടങ്ങണം. അതിനെ നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയും. അതുതന്നെയാണ് കർമ്മണി പ്രയോഗം, കർമ്മം കൊണ്ട് തുടങ്ങുന്ന ഒരു സെൻറ്റൻസ്. അതിനത്ര ടെൻഷൻ ആവണമെന്നില്ല, വളരെ സിമ്പിളാണ് ഇത് പഠിക്കാൻ. കൂടുതൽ ഉദാഹരണങ്ങളും കൂടുതൽ ചോദ്യങ്ങളും ഒന്നും ആവശ്യമില്ല അതിൽ. അപ്പോൾ ഈ നമ്മൾ ഗൗതം റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ള പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽസ് ഗൗതം ഒരു കത്ത് എഴുതുന്നു എന്നുള്ള സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് നമ്മൾക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു അതിനെ കർമ്മം കൊണ്ടാണ് തുടങ്ങുന്നത്. ഇവിടുത്തെ കർമ്മം എ ലെറ്ററാണ്. ലെറ്ററിനെ മുന്നിലേക്ക് കൊണ്ടുവരിക, എ ലെറ്റർ. പിന്നെ നമ്മൾ റൈറ്റ്സ് ആണോ എഴുതണം. ഇത് പാസീവ് വോയിസ് ആണ്. അപ്പോൾ ഏതാണ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ എ ലെറ്റർ ഈസ് റിട്ടൺ. ഈസ് എന്ന് കേട്ടിട്ട് ഇത് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് പ്രസൻറ്റ് സിമ്പിൾ തന്നെയാണ്. പ്രസൻറ്റ് സിമ്പിളത്തെ പാസീവ് വോയിസ് ആണത്. അപ്പോൾ അർത്ഥത്തിലും ചെറിയ നേരിയ വ്യത്യാസം വരും. നമ്മൾ റൈറ്റ്സ് പഠിച്ചു. ഈസ് എന്ന് പഠിച്ചത് പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ്. ഈസ് വരുമ്പോൾ വെർബിന് ING ചേർക്കണമെന്നും പഠിച്ചു വെർബിൻ്റെ കൂടെ. പക്ഷേ ഇവിടെ ING ഒന്നും വരുന്നില്ല. ഗൗതം റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ള സെൻറ്റൻസ് എ ലെറ്റർ ഈസ് റിട്ടൺ, ഒരു ലെറ്റർ ആയതുകൊണ്ട് ഈസ് റിട്ടൺ എന്ന് എഴുതി. നമ്മൾ ഈസ് റിട്ടൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ എഴുതുന്നു എന്നുള്ള ആക്റ്റീവ് വോയിസിലത്തെ മീനിങ് പാസീവ് വോയിസിൽ എഴുതപ്പെടുന്നു എന്നാവും. അപ്പോൾ എഴുതപ്പെടുന്നു, ചെയ്യപ്പെടുന്നു, പറയപ്പെടുന്നു, എടുക്കപ്പെടുന്നു എന്ന രീതിയിൽ നമ്മൾക്ക് എപ്പോഴും ആശയം പ്രകടിപ്പിക്കണമെങ്കിൽ നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലത്തെ പാസീവ് വോയിസിനെ ആശ്രയിക്കണം. എന്ന് പറഞ്ഞാൽ ഈസ് റിട്ടൺ എന്നോ റിട്ടൺ എന്നോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെയ്യപ്പെടുന്നു, പറയപ്പെടുന്നു എന്ന രീതിയിലുള്ള അർത്ഥം നമുക്ക് കിട്ടും. വളരെ ലളിതമാണ്. ഗൗതം റൈറ്റ്സ് എ ലെറ്റർ ഈസ് റിട്ടൺ. ഈസ് എന്ന് കണ്ടിട്ട് നിങ്ങളത് കണ്ടിന്യൂസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈസ് റിട്ടൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാണാപാഠം പഠിച്ചു വയ്ക്കുക, എഴുതപ്പെടുന്നു.
റൈറ്റ്സ് എഴുതുന്നു എന്നാണെങ്കിൽ അതിൻ്റെ പാസീവ് വോയിസിൽ വരുന്നത് എഴുതപ്പെടുന്നു, ചെയ്യപ്പെടുന്നു, പറയപ്പെടുന്നു, കാണപ്പെടുന്നു. നമ്മൾ സാധാരണ പറയാറില്ല കൈക്കൂലി വാങ്ങിയതായിട്ട് പറയപ്പെടുന്നു, കാരണം അത് ഷുവർ അല്ല, നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് ഈ സെൻറ്റൻസ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ചെയ്യപ്പെടുന്നു, പറയപ്പെടുന്നു, എഴുതപ്പെടുന്നു എന്നുള്ള രീതിയിൽ ആണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, റൈറ്റ് ആൻഡ് റൈറ്റ്സ് എന്നുള്ള രണ്ട് വാക്കുകൾ ഈസ് റിട്ടൺ എന്നും ആർ റിട്ടൺ എന്നും ആയി മാറും പാസീവ് വോയിസിൽ. അതിൻ്റെ അർത്ഥം വരുന്നത് എഴുതപ്പെടുന്നു. ഗൗതമിനാൽ ഒരു കത്ത് എഴുതപ്പെടുന്നു എന്നാണ്. ഗൗതം ഒരു കത്ത് എഴുതുന്നു നേരെ നമ്മൾ പറഞ്ഞു. ഇതിനൊന്ന് വളച്ച് തിരിച്ച് പറയുന്നു അതിന് ഗൗതമിനാൽ ഒരു കത്ത് ഗൗതമിനാൽ എഴുതപ്പെടുന്നു. അങ്ങനെ യൂസേജുകൾ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, റൈറ്റ് ആൻഡ് റൈറ്റ്സ് ഇതിൽ നമ്മൾ പഠിക്കാനുള്ളത് റൈറ്റ് ആൻഡ് റൈറ്റ്സ് ഈസ് റിട്ടൺ ആർ റിട്ടൺ എന്നായി മാറും, എഴുതപ്പെടുന്നു. രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ഒന്ന് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാനും ഒന്ന് പ്ലൂറലായിട്ടുള്ള ഉപയോഗിക്കും. ഗൗതം ഒരു കത്താണ് എഴുതുമ്പോൾ നമ്മൾ എ ലെറ്റർ ഈസ് റിട്ടൺ ആണെങ്കിൽ നമ്മൾ ഈസ് റിട്ടൺ എഴുതും. ഒന്നിലധികം കത്തുകളാണെങ്കിൽ ലെറ്റേഴ്സ് ആർ റിട്ടൺ ബൈ ഗൗതം എൻ മാതിരി. ലെറ്റേഴ്സ് ബഹുവചനാണ്, ഒന്നിലധികം ആണ്, അതുകൊണ്ട് ആർ റിട്ടൺ എന്ന് ഉപയോഗിച്ചു. ആർ റിട്ടണും ഈസ് റിട്ടണും കണ്ടിട്ട് കണ്ടിന്യൂസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. എഴുതുന്നു എന്നുള്ളത് എഴുതപ്പെടുന്നു എന്നാവും. കണ്ടിന്യൂസിലേക്ക് നമ്മൾക്ക് പോകുമ്പോൾ ഈ വീണ്ടും കണ്ടിന്യൂസിലത്തെ പാസീവ് വോയിസിൽ വേറെ ചിലതാണ് വരുന്നത്. അത് അവിടെ തന്നെ ഉണ്ട് ഇതുപോലെ തന്നെ. അതുകൊണ്ട് അത് മിക്സപ്പ് ചെയ്യരുത് നിങ്ങൾ. അപ്പോൾ ഓർമ്മിക്കുക, എഴുതുന്നു, എഴുതപ്പെടുന്നു എന്നുള്ള അർത്ഥം. ഇതിൽ ഈ ടെൻസിൽ ഇത്രയാണ് പാസീവ് വോയിസ്. പ്രസൻറ്റ് സിമ്പിളിൽ പാസീവ് വോയിസിൽ ഇത്രേ പഠിക്കാനുള്ളൂ. ഇന്ന ആളാൽ ഇന്നത് ചെയ്യപ്പെടുന്നു, പറയപ്പെടുന്നു, പോകപ്പെടുന്നു എന്ന് പറയാൻ ഈസ് റിട്ടൺ ആർ റിട്ടൺ എന്ന് എഴുതി കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് ആയി. അപ്പോൾ ഓർമ്മിക്കുക, ഇത്രയും മതി ഈ ടെൻസിൽ. അടുത്ത കണ്ടിന്യൂസ് ടെൻസിൽ അതിലത്തെ പാസീവ് വോയിസിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് സമാധാനമായിട്ട് പഠിക്കാം. അധികം കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. ഇതിൽ റൈറ്റ്സ് ഞാൻ സമ്മറി ആയിട്ട് പറയുന്നു. റൈറ്റ്സ് ഈസ് റിട്ടൺ ആർ റിട്ടൺ എഴുതപ്പെടുന്നു. പ്ലൂറൽ ആകുമ്പോൾ ഈസ് റിട്ടൺ എന്നും പ്ലൂറൽ ആകുമ്പോൾ ആർ റിട്ടൺ എന്നും സിംഗുലർ ആകുമ്പോൾ ഈസ് റിട്ടൺ എന്നും. ഈസ് റിട്ടൺ ഇപ്പോൾ എ ലെറ്റർ ആകുമ്പോൾ ഈസ് റിട്ടൺ, ലെറ്റേഴ്സ് കാണുമ്പോൾ ഒന്നിലധികം ആകുമ്പോൾ ആർ റിട്ടൺ, എഴുതപ്പെടുന്നു. റൈറ്റ്സ് ഈസ് റിട്ടൺ ആർ റിട്ടൺ, എഴുതപ്പെടുന്നു, ചെയ്യപ്പെടുന്നു, പറയപ്പെടുന്നു. ഈ രീതിയിൽ അർത്ഥം വരും, മറക്കരുത്. ശേഷം അടുത്ത ക്ലാസ്സിൽ കാണാം. ആദ്യമായിട്ട് ഈ ക്ലാസ് കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത കണ്ടിന്യൂസ് ടെൻസിൽ പുതിയ ചില വാർത്തകളും പുതിയ ആശയങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.